ഗായ്സ്, നമ്മൾ വീട് എത്രയൊക്കെ ഒതുക്കിയാലും ആക്രി സാധനങ്ങൾ മറ്റേ അക്ഷയപാത്രം പോലെ നിറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലും കുറേ ആക്രി ആയി കേട്ടോ. കുന്നുകൂട്ടി വെച്ച് വെച്ച് കുറേ ആയിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അച്ഛൻ വന്നപ്പോഴാണ് ഈ ആക്രി എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് കൂടി ഒഴിപ്പിക്കാനുള്ള സമയമായത്. ഇതിൽ മെയിനായിട്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ചറപറാന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, ബാപ്പുവിൻ്റെ നോട്ട്ബുക്സ്, റെക്കോർഡ് ബുക്സ്, പിന്നെ കുറേ പൊട്ടിയ കുപ്പിപ്പാത്രം ഉണ്ടായിരുന്നു. അതൊന്നും അവർ എടുക്കില്ല, പക്ഷെ അവർ പോണ വഴിയിൽ കളയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാർട്ടൂൺ ബോക്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആക്രി പെറുക്കണ ചേട്ടന്റെ വെയ് മെഷീനും വെച്ചിട്ട് ഓരോ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് വെയ് ചെയ്തു. നമുക്കൊരു എമൗണ്ട് കിട്ടി. 400 റുപ്യാണ് നമുക്ക് കിട്ടിയത്. 500 തന്നത്, നമ്മൾ 100 മടക്കി കൊടുക്കണമല്ലോ. അങ്ങനെ അച്ഛൻ 100 റുപ്യ ബാക്കി കൊടുത്തു. അങ്ങനെ അവർ വെയ് മെഷീനൊക്കെ കൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ കച്ചറയൊക്കെ അവർ റോട്ടിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെല്ലാം പെറുക്കി എടുക്കണം എന്ന്. അങ്ങനെ അതെല്ലാം എടുത്ത് അവർ സാധനമൊക്കെ ഉള്ളി വെച്ചിട്ട് കയറിട്ടിട്ട് കെട്ടിയിട്ട് അവർ പോവാൻ സെറ്റായി. ഞങ്ങളുടെ ഇന്ന് സ്ഥിരം ആക്രി എടുക്കണ ചേട്ടൻ ഇന്ന് വരാ പറഞ്ഞ് വന്നില്ല. ഇവർക്കാണ് യോഗം.